വെൽക്കം ബാക്ക് ടു ഡിങ്കൂസ് കിച്ചൺ. നമുക്ക് ഇന്നിവിടെ ഒരു നല്ലൊരു മുട്ടക്കറി തയ്യാറാക്കിയാലോ? അതിന് ഞാൻ ഇവിടെ ഒരു വലിയ 3 സവാള കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആദ്യം നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് വെളിച്ചെണ്ണ. എണ്ണ ചൂടായതിനു ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഞാൻ ഇത്രയും സവാള എടുക്കുന്നത്, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു 6 മുട്ടയ്ക്ക് ഉള്ള കറിയാണ്, മുട്ടക്കറിയാണ്. 6 മുട്ട. അപ്പൊ 2 മുട്ടയൊക്കെ ആകുമ്പോൾ അതനുസരിച്ച് സവാള എടുത്താൽ മതിയാവും. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 തക്കാളി നീളന അരിഞ്ഞത് അതും കൂടെ ഇട്ട്, പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, കാഷ്യൂനട്ട്, ഒരു 3 പച്ചമുളക് 2ആയിട്ട് കീറിയെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്, ഇത്ര മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അരച്ചെടുക്കാം. വഴറ്റിയെടുത്തത് ഫുള്ളും മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത് ഞാൻ 6 മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഈ മുട്ട ഒന്ന് ചെറുതായിട്ട് എണ്ണയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കാം. നമുക്ക് പാത്രം ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചെറുതായിട്ടൊന്ന് കളറ് ചെറിയൊരു രീതിക്ക് മൊരിഞ്ഞു വരത്തക്ക വിധത്തിൽ എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം കോരി മാറ്റാം. ഇനി അതിന്റെ മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആ എണ്ണയിൽ കുറച്ച് പെരിഞ്ജീരകം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 5-6 ഗ്രാമ്പൂ, പട്ട, 2-3 ഏലക്ക, 2 വറ്റൽമുളക്. അപ്പോൾ നമുക്ക് ആ ചൂടാക്കിയ എണ്ണയിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഇട്ടതിന് ശേഷം ഗ്രാമ്പൂ, ഏലക്ക, വറ്റൽമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായി വരണം. ഈ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇടണം, ഗരം മസാല, മല്ലിപ്പൊടി. ഇതിൻ്റെയൊക്കെ പച്ച ചെവയൊന്ന് മാറണം, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ലേശം ഉപ്പും കൂടെ ഇടണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം, ആ മിക്സിയിൽ കുറച്ച് വെള്ളം എടുത്ത് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില, ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നല്ലൊരു മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.